അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം 17 ഭാഗം 3. വിഷയം സ്നേഹം വളർത്തുന്നതും തളർത്തുന്നതും. ഇതാണ് നമ്മുടെ വിഷയമായിട്ട് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളായാലും അതേപോലെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളായാലും നാം അവരോട് ഏത് രൂപത്തിലാണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത്, നമ്മുടെ മക്കൾ നാം അവരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അനുസരിക്കണില്ല. അധ്യാപകരും അങ്ങനെ തന്നെ. തൻ്റെ മുന്നിലുള്ള ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ അവർ അനുസരിക്കുന്നില്ല. നമ്മുടെ കൽപ്പനകളെ അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ അനുഭവമുള്ള പലരുണ്ടാവും. മാതാപിതാക്കളുണ്ടാവും, അധ്യാപകരുണ്ടാവും. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, നിൻ്റെ ഉമ്മയല്ലേ ഞാൻ, നിൻ്റെ ബാപ്പയല്ലേ ഞാൻ, ഇതെന്തിനെ അനുസരിക്കാത്തത്? അങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ? നിൻ്റെ ഉസ്താദല്ലേ ഞാൻ, നിൻ്റെ മാഷല്ലേ ഞാൻ, ടീച്ചറല്ലേ ഞാൻ, അപ്പോൾ അനുസരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അനുസരിക്കോ? ഇല്ല. എന്തേ കാരണം? എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള ഒന്നാമത്തെ കാരണം, മക്കൾക്ക് മാതാപിതാക്കളെ ഇഷ്ടമല്ല. കുട്ടികൾക്ക്, ശിഷ്യന്മാർക്ക് അധ്യാപകരെ ഇഷ്ടമല്ല, ടീച്ചറെ ഇഷ്ടമല്ല, മാഷിനെ ഇഷ്ടമല്ല, ഉസ്താദിനെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവർ നമ്മളങ്ങോട്ട് വല്ലതും പറയുമ്പോൾ അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. ഇപ്പോൾ കാരണം പിടുത്തം കിട്ടിയില്ലേ? ഇതാണ് കാരണം. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകും. അത് കുട്ടികൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും, ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ടാകും. ആ ഇഷ്ടക്കുറവാണ് അധ്യാപകർ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ അവർ സ്വീകരിക്കാതിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രവർത്തന മേഖല അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റൂ. അതേപോലെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ പ്രായവും അവരുടെ വിദ്യാഭ്യാസങ്ങളും അവരുടെ മറ്റുള്ള പോസിറ്റീവ് എനർജികളും മനസ്സിലാക്കി കണ്ടറിഞ്ഞ് നാം അവർക്ക് കൊടുക്കുവാനുള്ള വിദ്യകൾ കൊടുക്കുക. അതേപോലെ തന്നെ അവരെ പരിഗണിക്കുക. മുഖ്യമായ വിഷയമാണത്. അപ്പോൾ അവരെ പരിഗണിക്കാതിരുന്നാൽ അവർ മനസ്സിലാക്കും, എന്നെ പരിഗണിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ അനുസരിക്കുന്നത്? ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പറയുന്ന കാര്യങ്ങൾ. ഇതാണ് കുട്ടികളുടെ, മക്കളുടെ മൈൻഡിൽ വരിക. അതുകൊണ്ട് കുട്ടികൾ, വിദ്യാർത്ഥികൾ, മക്കൾ അവർ അവരുടെ വിഷയങ്ങൾ എന്താണോ, താല്പര്യങ്ങൾ എന്താണോ അതിന് അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നാം പറയുന്നതിന് മുമ്പേ അവർ അനുസരിച്ചിരിക്കും. അതതിൻ്റെ കാരണം. ഇപ്പോൾ കാരണം മനസ്സിലായില്ലേ? ബാപ്പ പറയുമ്പോൾ മക്കൾ അനുസരിക്കുന്നില്ല, ഉമ്മ പറയുമ്പോൾ അനുസരിക്കുന്നില്ല, മാഷ് പറയുമ്പോൾ
ടീച്ചർ പറയുമ്പോൾ, ഉസ്താദ് പറയുമ്പോൾ അനുസരിക്കുന്നില്ല. കാരണം ഇതാണ്. അതുകൊണ്ട് കുട്ടികളുടെ താല്പര്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. ഇതാണ് അതിന് കൊടുക്കുവാനുള്ള പോസിറ്റീവ് എനർജി. ഒരു 10 വയസ്സുള്ള കുട്ടി, അത് ശിഷ്യന്മാരാവട്ടെ മക്കളാവട്ടെ ആരുമായിക്കൊള്ളട്ടെ, നാം അവരോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ അവർ മുഖം തിരിഞ്ഞു കളയും. കാരണം കൽപ്പിക്കുന്ന ആള് കൽപ്പിക്കപ്പെടുന്ന ഈ കുട്ടിയോട് താല്പര്യമില്ലാത്ത ആളായിരിക്കും. അതല്ലെങ്കിൽ താല്പര്യം ഉള്ളതുപോലെ അഭിനയിക്കുന്നവരായിരിക്കും. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലായാൽ മതി, എന്ത് കൽപ്പിക്കുന്ന ആള് അത് മാതാപിതാക്കളാവട്ടെ, കുട്ടികളുടെ മറ്റു രക്ഷിതാക്കളാവട്ടെ, അധ്യാപകരാവട്ടെ, മുതിർന്നവരായിക്കൊള്ളട്ടെ, ആ കൽപ്പിക്കുന്ന ആള് ഈ കുട്ടികളോട് ഒരല്പം സ്നേഹമുള്ളവരാണ്. എന്നെ അവർക്ക് ആവശ്യമുണ്ട്, എൻ്റെ കാര്യങ്ങൾ അവർ ശരിയാക്കി തരുന്നുണ്ട്, എന്നെ അവർക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നുള്ള ഒരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടായാൽ മതി. അവരെന്തും നമുക്കെന്ത് ചെയ്യും? ചെയ്തു തരും, എന്തും ചെയ്തു തരും. അപ്പോൾ അതതിൻ്റെ കാരണം. അതല്ലാതെ നമ്മൾ കുറേ പറഞ്ഞിട്ടാ അത് ചെയ്യടാ, ഇത് ചെയ്യടാ, ഞാൻ നിൻ്റെ ബാപ്പയല്ലേ, ഞാൻ നിൻ്റെ അതല്ലേ ഇതല്ലേ, ഇങ്ങനെ നമ്മൾ 100,000 വട്ടം പ്രസംഗിച്ചാലും ഒരടി അനങ്ങൂല കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ. അതുകൊണ്ട് എന്താക്കണം? ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കുട്ടികളുടെ മൈൻഡ് അറിയുക, അവരുടെ ഇഷ്ടങ്ങൾ അറിയുക. പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, ഒരു വാക്കെങ്കിലും പറയുക, ഉഷാറായിട്ടുണ്ട്, എല്ലാവരും ഇവരെ കണ്ടുപിടിക്കണം എന്ന് ഒരു അധ്യാപകൻ ഈ കുട്ടിയോട് പറയുമ്പോൾ എന്തു ചെയ്യും? ഈ കുട്ടിക്ക് മനസ്സിലാവും, ഓ എന്നെ അധ്യാപകൻ, എൻ്റെ ടീച്ചർ, എൻ്റെ മാഷിൻ്റെ ഉസ്താദ് എന്നെ പൊക്കി പറയുന്നുണ്ട്, ഞാൻ വലിയ ആളായിട്ടുണ്ട് എന്നൊരു തോന്നൽ കുട്ടിക്ക് വരണം. അപ്പോഴേ കുട്ടി എന്താവുള്ളൂ? നമ്മൾ പറയുന്നിടത്ത് നിൽക്കുള്ളൂ. നേരെ മറിച്ച് എപ്പോഴും കുറ്റപ്പെടുത്തി പറയുകയാണെങ്കിലോ, എന്താ അവരിങ്ങനെ എന്ന ഒരു മൈൻഡിൽ എന്ത് ചെയ്യും? ആ കുട്ടി നിൽക്കും. ആ കുട്ടിയോട് എന്ത് അധ്യാപകൻ പറഞ്ഞാലും എന്ത് മാതാപിതാക്കൾ പറഞ്ഞാലും കുട്ടി അനുസരിക്കുകയില്ല. അതുകൊണ്ട് ക്ലാസ്സിൻ്റെ അവസാനമായിട്ട് പറയട്ടെ, മക്കളുടെ, വിദ്യാർത്ഥികളുടെ മനസ്സിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണം, എന്നെ മൈൻഡാക്കണുണ്ട്, എന്നോട് എൻ്റെ ഉപ്പാക്ക്, ബാപ്പാക്ക്, അച്ഛനക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കട്ടെ എന്നുള്ള ആ ഒരു മൈൻഡ് പവർ കുട്ടിക്ക് വരണം, വന്നേ പറ്റൂ. അതിനുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം, അധ്യാപകർ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള വിദ്യ ആർ നേടണം? മക്കൾ, മാതാപിതാക്കൾ നേടണം, നേടിയെടുക്കണം, അധ്യാപകരും നേടിയെടുക്കണം. ഇങ്ങനെ നല്ല ശീലങ്ങൾ, നല്ല വർത്തമാനങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ നാം എല്ലാവർക്കും കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ ഫലവത്തായി മാറുകയുള്ളൂ, നമുക്ക് ഫലം ചെയ്യുന്നവരായി മാറുകയുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനത്തെ മക്കളാണെങ്കിൽ ആ മക്കൾ 25, 30, 35 വയസ്സൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് 60, 65 വയസ്സൊക്കെ പ്രായമാകും. ഈ സമയം നമ്മളെ പരിചരിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയില്ല. കാരണം ഇതാണ്. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.